കേരള സാബർമതി സംസ്കാരവേദി പ്രതിമാസ കലാ സാഹിത്യ സംഗമവും പുരസ്കാര വിതരണവും നടന്നു. മുൻ നിയമസഭാ സെക്രട്ടറി ബാബു പ്രകാശ് വി കെ ഉദ്ഘാടനം ചെയ്തു. കേരള സാബർമതി സാംസ്കാരിക വേദി പ്രതിമാസ കലാ സാഹിത്യ സംഗമവും പുരസ്കാര സമർപ്പണവും നടന്നു. എസ്എൽപുരം രംഗകലാ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം മുൻ നിയമസഭാ സെക്രട്ടറി ബാബു പ്രകാശ് വി കെ ഉദ്ഘാടനം ചെയ്തു. സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും കലവൂർ ലളിതാജി നന്ദിയും പറഞ്ഞു. കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. എഴുത്തുകാരി ലീല രാമേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ താരം അനൂപ് ചന്ദ്രന് സാബർമതി കലാശ്രേഷ്ഠ പുരസ്കാരവും സി കെ ശ്രീകണ്ഠക്കുറുപ്പിന് ഡോക്ടർ രാജപ്പൻ മണിയാപുഴയിൽ മെമ്മോറിയൽ പ്രതിഭാ പുരസ്കാരവും ആശാകൃഷ്ണാലയത്തിന് ഗോമതിയമ്മ രാജപ്പൻ മണിയാപുഴയിൽ മെമ്മോറിയൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും നൽകി. പുസ്തക പ്രകാശനം നടത്തിയ എഴുത്തുകാരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാസാഹിത്യ സൃഷ്ടികളുടെ അവതരണവും നടന്നു. എം.ഇ. ഉത്തമക്കുറുപ്പ്, കെ.ആർ. കുറുപ്പ് മാരാരിക്കുളം, നിമ്മി അലക്സാണ്ടർ, ഗോപിക രംഗൻ, കലവൂർ വിജയകുമാർ, ബിനി രാധാകൃഷ്ണൻ, എലിസബത്ത് സാമുവൽ എന്നിവർ സംസാരിച്ചു. കാരണം നാം ഒരു പ്രയോജനപരമായ മൂല്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഉപഭോഗ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളൊന്നും കേരളത്തിൽ ഇല്ല. ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളായി മാറുകയാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഈ കഞ്ഞിക്കുഴി ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു പ്രദേശമായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനും കൂടെ ഇവിടെ ഇരുന്ന് വരുന്നു. ഈ രംഗകലയുടെ ഒരു പ്രൗഢിയുടെ കാലമുണ്ടായിരുന്നു. വലിയ സിനിമാ താരങ്ങളൊക്കെ ഇവിടെ നിന്ന് നൃത്തം ചെയ്തു പോയിട്ടുണ്ട്. വലിയ നാടകങ്ങളൊക്കെ ഇവിടെ കത്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ചെറുതാണ്. ഞാൻ ഉദ്ധവനൊക്കെ വളരെ ചെറുതാണ്. ചേട്ടൻ്റെയൊക്കെ ഏറ്റവും ഉത്തുംഗമായ കാലഘട്ടമായിരുന്നു. തൊട്ടപ്പുറത്ത് എസ്എൽപുരസാറിൻ്റെ തിയേറ്ററുണ്ടായിരുന്നു. ചേർത്തലയിലെ വലിയൊരു ഫൈനാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇതിനകം തന്നെ എത്ര ശൂന്യമായിരുന്നു. കേരളത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. ഒരു വിപണിയുടെ സംസ്കാരത്തിലേക്ക് നാം മാറുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംസ്കാരങ്ങളെല്ലാം ഒരുതരം കച്ചവടത്തിൻ്റെ വിപണനം വസ്തുവായി മാറുന്ന കാഴ്ചയാണ്. അവിടെ പിന്നെ അവശേഷിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നതിന് കിട്ടുന്ന മൂല്യമാണ്. നിങ്ങൾ വാങ്ങുന്ന ഒരു വസ്തുവും നിങ്ങൾക്ക് നൽകുന്ന സംതൃപ്തിയല്ല. ഞാനൊക്കെ ഇക്കണോമിക്സിനെ പഠിച്ചതാണ്. ഇക്കണോമിക്സ് പഠിച്ചതിൽ മാർക്കൂസിയൻ തിയറി ഉണ്ട്. ഒരു യൂട്ടിലിറ്റി അദ്ദേഹമാണ് കൊണ്ടുവന്നത്. നമ്മൾ ഒരു വസ്തു വാങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന യൂട്ടിലിറ്റി അഥവാ സംതൃപ്തി, അങ്ങനെ ഒരു സംതൃപ്തി നമുക്ക് എന്താണ് നമുക്ക് ലഭിക്കുന്ന വസ്തുക്കൾ, കലകൾ, സാഹിത്യങ്ങൾ എന്നിവ നൽകുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്: എന്തിനാണ് സാഹിത്യം വായിക്കുന്നത്? എന്തിനാണ് കലയുടെ ആവശ്യം? അത് പ്രയോജനരഹിതമായ ഒരു തലച്ചോർ വ്യാപാരം മാത്രമല്ലേ? ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ കാറിൽ കയറുകയോ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ട സിനിമ എന്താണെന്ന് പോലും നിങ്ങൾ മറന്നുപോയിരിക്കും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമില്ല, കല അല്ലെങ്കിൽ സാഹിത്യം കൊണ്ട് എന്താണ് നിങ്ങൾക്കുള്ള പ്രയോജനം? ഒരു പ്രയോജനരഹിതമായ മസ്തിഷ്ക വ്യാപാരമല്ലേ ഇത്? ഇതിനു വേണ്ടി നാം സമയം കളയേണ്ടതുണ്ട്. ഞാൻ ഫേസ്ബുക്കിലെ ഒരു ചർച്ചയിൽ കണ്ടതാണ്. എന്തിനാണ് പുസ്തകങ്ങൾ വാങ്ങുന്നത്? എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്? പുസ്തകങ്ങൾ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പ്രയാസമുള്ളതാണ്. അതൊരു മെനക്കെടുപ്പാണ്. പകരം നിങ്ങൾ കിൻഡിൽ റീഡർ വാങ്ങിക്കും. നിങ്ങൾക്ക് ഫോണിലെ സ്മാർട്ട് ഫോണിലൂടെ നിങ്ങൾക്ക് വായിക്കാം. സ്മാർട്ട് ഫോണിലൂടെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. ഒരു ഡിജിറ്റൽ യുഗമാണ്. ആ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങൾക്ക് ആസ്വാദനമാകാം, എൻ്റർടൈൻമെൻ്റ് ആകാം, ഇൻഫർമേഷൻ ആകാം, നിങ്ങൾക്ക് വിസ്ഡം ലഭിക്കാം, എല്ലാം ലഭിക്കുന്നതിനുള്ള സാഹചര്യത്തിൽ സാഹിത്യം നിങ്ങൾക്ക് എന്തിനാണ് എന്നുള്ളതാണ് ഈ ചോദ്യം. അല്ലെങ്കിൽ കല എന്തിനാണ്